+2 ഡിഗ്രിയും കഴിഞ്ഞതാണോ? നിങ്ങളുടെ സ്വപ്നം വിദേശത്തിലേക്ക് പറക്കാനാണോ? എങ്കിൽ എൻ്റെ കൂടെ പോരും. കേരള വിഷൻ്റെ സക്സസ് പാത്തുമായിട്ട് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് എക്സ്പ്രൻസ പ്രൈവറ്റ് ലിമിറ്റഡിലാണ്. +2 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മുൻപിലുള്ളത് എക്സ്പ്രൻസയാണ്. ഇവിടെ നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് മാനേജിംഗ് ഡയറക്ടേഴ്സ് അമർനാഥ് ആൻഡ് സ്മൃതി മാമിനെയാണ്. നമസ്കാരം. കേരള വിഷനിലേക്ക് സ്വാഗതം. താങ്ക് യു. ആദ്യം തന്നെ ഞാൻ ചോദിക്കുന്നത് എക്സ്പ്രൻസ, നമ്മൾ എക്സ്പ്രൻസ എന്നുള്ളൊരു പേരിന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മീനിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമുക്കിപ്പോൾ ഇവിടെ വരുന്ന ഓരോ സ്റ്റുഡൻസും ഓരോ പ്രതീക്ഷയോടെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു വേർഡ് ഈ കമ്പനിക്ക് വേണ്ടി ചൂസ് ചെയ്ത സമയത്ത് നമ്മളെല്ലാവരും ഭയങ്കര ചൂസ് ചെയ്യായിരുന്നു എന്ത് വേർഡ് നമ്മൾ അതിന് വേണ്ടി എടുക്കുമെന്നുള്ള കാര്യത്തിന്. അപ്പോൾ ഒരു പ്രതീക്ഷയാണല്ലോ എല്ലാവർക്കും ഒരു അബ്രോഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ ആ ഒരു വാക്ക് വെച്ചിട്ട് ഒരു സ്പാനിഷ് വേർഡാണ് എസ്പെറാൻസ എന്നുള്ളത്. അത് നമ്മൾ ഷോർട്ടാക്കി എക്സ്പ്രൻസ എന്നാക്കിയെന്നേ ഉള്ളൂ. പ്രതീക്ഷ എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രതീക്ഷ, അതായത് ഓരോ കുട്ടികളും ഒരുപാട് പ്രതീക്ഷയോടെയാണ് നമ്മുടെ അടുത്ത് വരുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും വളരെ നല്ലൊരു പേരാണത്. കാരണം നമ്മൾ എവിടെയും കേട്ടിട്ടില്ല അങ്ങനെയൊന്നും. ഇവിടെ നമ്മൾ എന്തൊക്കെ, അതായത് നമ്മൾ പല രാജ്യങ്ങളിലേക്ക് അവിടെ ചെന്ന് കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു അവസരങ്ങളാണ് കൊടുക്കുന്നത്. അതിപ്പം ഏതൊക്കെ സ്ഥലങ്ങളാണ് നമ്മൾ എന്തെങ്കിലും ഒരു സ്പെഷ്യലൈസ് ചെയ്ത ഒരു പ്ലേസിലേക്ക് മാത്രം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ആക്ച്വലി നമ്മൾ ഈ ഒരു കൺസൾട്ടൻസി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് എല്ലാവരിലേക്കും എഡ്യൂക്കേഷൻ എത്തിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് സാധാരണ കുട്ടികൾക്കായപ്പോലും അഫോർഡബിൾ ആയിട്ട് പഠിക്കാനൊരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ കൂടുതലും ചെയ്യുന്നത് യൂറോപ്യൻ കൺട്രീസാണ്. ഏറ്റവും കൂടുതൽ അഡ്മിഷൻസ് ചെയ്യുന്നത് യൂറോപ്യൻ കൺട്രീസാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് വരുന്നത് ഇപ്പോൾ പോളണ്ട്, ലാറ്റ്വിയ, ലിത്വാനിയ, ഹംഗറി, ചെക്ക് റിപ്പബ്ലിക്, ഈ കൺട്രീസൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. ഇത് കൂടാതെ നമ്മൾ ഇറ്റലിയുടെ സ്കോളർഷിപ്പ് പ്രോഗ്രാംസും ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് 0 ട്യൂഷൻ ഫീസിൽ പഠിക്കാൻ ഉള്ളൊരു ഓപ്ഷൻ. എത്ര വർഷമായി നമ്മൾ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്ത് 2014 പാർട്ണർഷിപ്പ് ഫേമായിട്ട് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ അത് പിന്നെ നമ്മൾ 2017 പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി. പിന്നെ 2020 കോവിഡിന് ശേഷം 2021 നമ്മൾ വേറെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് ബ്രാഞ്ച് ഓപ്പൺ ചെയ്തു കട്ടപ്പനയിൽ. സെക്കൻഡ് ബ്രാഞ്ച് ആ വർഷം തന്നെ നമ്മൾ തൃശ്ശൂർ ഓപ്പൺ ചെയ്തു. പിന്നെ തേർഡ് ബ്രാഞ്ച് പെരിന്തൽമണ്ണയിൽ 2023 ഓപ്പൺ ചെയ്തു. 2025 ചാലക്കുടിയിൽ ഇപ്പോൾ ഓപ്പൺ ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ഫസ്റ്റ് ആണ് നമ്മൾ കട്ടപ്പന പോലെ ഒരു സ്ഥലം പ്രിഫർ ചെയ്തത്? അത് കട്ടപ്പന പ്രിഫർ ചെയ്ത് എല്ലാവരും ചോദിക്കും എന്തുകൊണ്ടാണ് കട്ടപ്പന പ്രിഫർ ചെയ്തതെന്ന്. ശരിക്കും പറഞ്ഞാൽ അതിനൊരു റിയൽ ഹോണസ്റ്റ് ആൻസർ ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നത് നമ്മുടെ ടീം മെമ്പേഴ്സിന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ വർക്ക് ചെയ്തിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി മെറ്റേണിറ്റി ലീവായിട്ട് പോയി. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് ശരിക്കും കോട്ടയത്ത് ഓഫീസ് ഓപ്പൺ ചെയ്യണം എന്നായിരുന്നു. മെറ്റേണിറ്റി ലീവായിട്ട് പോയി. മെറ്റേണിറ്റി ലീവായിട്ട് പോയി കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് അത് കഴിഞ്ഞ് വരുന്നൊരു എന്താ പറയുക ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ വന്ന സമയത്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരിത് വന്നപ്പോൾ നമ്മൾ അവിടെ ഓഫീസ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ചെയ്തു. ആളുടെ സ്ഥലം അവിടെയാണ്. അപ്പോൾ ആളിപ്പോൾ ഫാമിലി ആയിട്ട് അവിടെ സെറ്റിലാണ്. ആളാണ് ആ ബ്രാഞ്ച് എല്ലാം നോക്കുന്നത്. ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നു. ഇപ്പോൾ 9 വർഷമായി. 9 വർഷമായി. വളരെ ഹാപ്പിയാണ്. അതെ, തീർച്ചയായിട്ടും. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മുടെ ഒരു സ്റ്റാഫിന് വേണ്ടി നമ്മളൊരു വലിയൊരു കാര്യം ചെയ്തു കൊടുത്തു എന്ന് വേണം പറയാം. അതുപോലെ നമ്മുടെ ഇപ്പം എക്സ്പ്രൻസ പ്രൈവറ്റ് ലിമിറ്റഡ് നമ്മൾ ഓരോ സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ സർവീസുകളാണ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? കൊച്ചിയിൽ നമ്മുടെ ഹെഡ് ഓഫീസിൽ ആക്ടിവിറ്റീസ് ഇവിടെയാണ്. ഓൾ ഓവർ മാർക്കറ്റിംഗ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ വിസ പ്രോസസ്സിങ്ങിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, HR എല്ലാം സെൻട്രലൈസ്ഡ് ആണ്. നമുക്ക് കൊച്ചിനിലാണ് നടക്കുന്നത്. ആൻഡ് ഓൾസോ നമുക്കിവിടെ ലാംഗ്വേജിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. എക്സ്പ്രൻസ ലേണിംഗ് അക്കാഡമി എന്ന് പറഞ്ഞ് നമ്മുടെ ഓഫീസിനോട് ചേർന്ന് തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ നമ്മൾ IELTS, OET ഇതിൻ്റെ ട്രെയിനിങ് ഉണ്ട്. അത് കൂടാതെ കുട്ടികൾക്ക് ഈ വിസ ഇൻ്റർവ്യൂവിനുള്ള സ്പെഷ്യൽ ട്രെയിനിങ് നമ്മളത് കൊടുക്കും. അത് സ്പോക്കൺ ഇംഗ്ലീഷ് പോലത്തെ അല്ല. അവരെ ഈ വിസ ഓരോ കൺട്രിക്കും സ്പെസിഫിക് ആയിട്ട് വിസ ഇൻ്റർവ്യൂസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്ത പ്രോഗ്രാമാണത്. അതിനുള്ള സെഷൻസ് നമ്മളിവിടെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കാറുണ്ട്. നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന ഫ്രീ കോഴ്സ് അത് നമ്മുടെ സർവീസിൽ ഇൻക്ലൂഡ് ചെയ്ത് തന്നെ കൊടുക്കുന്ന നമ്മളിപ്പോൾ ഒരു പുതിയ പ്ലാൻ കൂടെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നെക്സ്റ്റ് മന്ത് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും അവർക്ക് ഇവിടെ വന്ന് ലാംഗ്വേജ് പഠിക്കാം. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അവർക്ക് ഇവിടുന്ന് തന്നെ പ്രോസസ്സ് ചെയ്യണമെന്നൊന്നുമില്ല. അവർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം. ലാംഗ്വേജ് പഠിച്ച് അവർക്ക് പുറത്തു പോകാം. കാരണം നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ മിക്കവരും ലാംഗ്വേജ് പഠിക്കാൻ പിന്നോക്കം നിൽക്കുന്നതെന്ന് പറയുന്നത് എല്ലാവരും പറയും എനിക്ക് IELTS ഇല്ലാത്തൊരു കോഴ്സ് മതി, IELTS ഇല്ലാത്ത. ഓക്കെ, IELTS എക്സാം എഴുതുക വേണ്ട എന്നുള്ളത് അവരുടെ ഓപ്ഷനാണ്. ബട്ട് അവർക്ക് ഇവിടെ വന്ന് ഫ്രീ ആയിട്ട് പഠിക്കാം.
ഓക്കെ നമ്മൾ നെക്സ്റ്റ് മന്ത് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ഈ നമ്മൾ ഒരു ഇവിടെ വന്ന് പഠിക്കാം എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ടൈം പീരീഡ് വരുന്നത്? 6 months അല്ലെങ്കിൽ 3 months അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് നമ്മൾ 1 monthലേക്കാണ് നമ്മളിപ്പോൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. 9:30 to 6 PM വരെ ടൈം ഉണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ അവർക്കൊരു സ്ലോട്ട് തിരഞ്ഞെടുക്കാം അവൈലബിലിറ്റി അനുസരിച്ച്. അപ്പോൾ അവർക്ക് ഇവിടെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. 1-to-1 സെഷൻ അല്ല, ഗ്രൂപ്പ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഇതിപ്പം ഒരു സ്വപ്നമാണ് നമ്മളിപ്പം എക്സ്പ്രസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളത്. ഇത് കൂടാതെ എന്തെങ്കിലും മറ്റൊരു ആഗ്രഹങ്ങളുണ്ടോ നമുക്ക്? ഇതല്ലാതെ മറ്റൊരു ബിസിനസ്സിലേക്ക് പോകണം, അങ്ങനെ എന്തെങ്കിലും ചിന്തകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു? നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്യുന്നത് ഈ എക്സ്പെൻസ് തന്നെ ഒരു ഡിജിറ്റൽ കമ്പനിയാക്കി മാറ്റുക എന്നുള്ള ഡിജിറ്റൽ എഡ്യൂക്കേഷൻ രീതിയിൽ. അതായത് ഇത് കംപ്ലീറ്റ്ലി എല്ലാവർക്കും എവിടെ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്ന AI ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ്. അതിപ്പോൾ നമ്മൾ എന്താ പറയുന്നത് ഡിസ്കഷനിലാണ്. വെരി സൂൺ, മേ ബി വിത്തിൻ 1 or 2 years നമ്മളത് ലോഞ്ച് ചെയ്യും. നമുക്കിപ്പം ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ധ്യാനാണ്. അപ്പോൾ ധ്യാൻ ഇതിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അത് ശരിക്കും വളരെ യാദൃശ്യമായിട്ടാണ് നമ്മൾ ധ്യാനിനെ ഫിക്സ് ചെയ്തത്. നമ്മൾ ആക്ച്വലി ധ്യാനിനെ വെച്ച് ഒരു അഡ്വർടൈസ്മെൻറ്റ് എടുക്കാനാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ പിന്നെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളങ്ങനെ ധ്യാനിനെ ബ്രാൻഡ് അംബാസിഡർ ആക്കി മാറ്റുമായിരുന്നു ചെയ്തത് 1 yearലേക്ക്. ധ്യാനിനെ അറിയാമല്ലോ, ധ്യാൻ വളരെ പോപ്പുലറാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് ധ്യാൻ. പിന്നെ എന്തും ഭയങ്കര ഹോണസ്റ്റ് ആയിട്ട് വിളിച്ചു പറയും. ഇപ്പോൾ ഞങ്ങളുടെ ഇനാഗുറേഷൻ തന്നെ പെരിന്തൽമണ്ണ വന്നിട്ട് ആൾ പറഞ്ഞത്, എനിക്കിതിന് വലിയ താല്പര്യമൊന്നുമില്ല കുട്ടികൾ പുറത്തു പോയി പഠിക്കുന്നതിനോട്, പക്ഷേ എല്ലാവരും പുറത്തു പോയി പഠിച്ചിട്ട് തിരിച്ച് നാട്ടിൽ വന്ന് അവരുടെ സർവീസ് നമ്മുടെ ഇന്ത്യക്കാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് എക്സ്പീരിയൻസ് വളരട്ടെ എന്നാണ് അന്നും ധ്യാൻ വിഷ് ചെയ്തത്. അപ്പോൾ ഹീസ് വെരി ഗുഡ്. നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ല നമ്മുടെ ബിസിനസ്സിന് നല്ല രീതിയിൽ സപ്പോർട്ട് തന്നിരുന്ന ഒരു ആക്ടറാണ്. ഈ എക്സ്പെൻസിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന കോഴ്സുകളുണ്ടല്ലോ, അതെന്തൊക്കെയാണ്? അല്ലെങ്കിൽ നമ്മൾ എക്സ്പെൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ച് മുൻപ് അത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നാലും നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്കിപ്പോൾ ഇവിടെ വരുന്ന ഓരോ സ്റ്റുഡൻസും ഇവിടെ മാത്രമായിരിക്കില്ല എൻക്വയറി ചെയ്യുന്നത്, പല സ്ഥലത്തും എൻക്വയറി ചെയ്യും, എന്നിട്ടായിരിക്കും ഇവിടെ വരുന്നത്. ചിലപ്പോൾ ഇതിവിടെ എൻക്വയറി ചെയ്തിട്ട് പിന്നെയും പുറത്ത് പോയി എൻക്വയറി ചെയ്യുന്നുണ്ടാവും. എല്ലാ സ്റ്റുഡൻസും പൊതുവെ ഭയങ്കര ആങ്ഷ്യസ് ആണ്, കാരണം അവരിവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. പിന്നെ ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ഫീൽഡ് കൂടിയാണ്. ഒരുപാട് എന്താ പറയുക ഫ്രോഡ് ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു ഫീൽഡാണിത്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു ഡൗട്ട് ഉണ്ടാവും, ഇത് ഇത്രയും ട്രസ്റ്റ് വർത്തിയാണോ, നമുക്ക് ഈ ഒരു കമ്പനിയെ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. നമ്മളെന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്, നമ്മളൊരു സ്റ്റുഡൻറ്റിന് end-to-end സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ അവർ വരുന്നു, അവരുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ വെരിഫൈ ചെയ്യുന്നു, അതിനുശേഷം അവർക്ക് ഏത് കോഴ്സാണ് ഏറ്റവും കരിയറിന് ആപ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ കൗൺസിലിങ്ങിൽ പറഞ്ഞു കൊടുക്കുന്നു, അത് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഒരു ബാച്ചിലർ കോഴ്സിന് വരുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിൽ അല്ലെങ്കിൽ ഫീസ് ഇല്ലാതെ എങ്ങനെ പുറത്ത് പോയി പഠിക്കാം എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ അവർക്ക് കൊടുക്കുന്നു. അതിനുശേഷം അവർക്ക് പ്രോപ്പർലി ഈ പറഞ്ഞ പോലെ ഒരു ലാംഗ്വേജിൻ്റെ അപാകതയുണ്ട് എങ്കിൽ, അതായത് അവർക്ക് ലാംഗ്വേജ് പ്രോപ്പർലി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള ട്രെയിനിങ്ങും നമ്മുടെ ട്യൂട്ടേഴ്സ് കൊടുക്കുന്നു. എല്ലാവരും വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ട്യൂട്ടേഴ്സാണ് നമുക്കുള്ളത്, അവർ അതിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നു. പിന്നെ ഈ വിസ ഇൻ്റർവ്യൂ ഉള്ള കേസുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഇൻ്റർവ്യൂ ഉള്ള കേസുകളാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇൻ്റർവ്യൂ സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. അതൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, അതിനൊന്നും നമ്മൾ വേറെ എക്സ്ട്രാ ചാർജ് ചെയ്യുന്നില്ല. പിന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള വിസ അസിസ്റ്റൻസ്, അതിന് നമുക്കിവിടെ സ്പെഷ്യലിസ്റ്റുകളുണ്ട്. പിൻ കേസ് നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ഒപ്പീനിയൻ എടുക്കേണ്ട ഒരു ആവശ്യം വരുവാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ഒപ്പീനിയൻ ഇപ്പോൾ ലോയേഴ്സിൻ്റെ അടുത്ത് നിന്നാണെങ്കിലും പുറത്ത് നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ അവരുടെ വിസ ആപ്ലിക്കേഷൻ ലോഡ് ചെയ്യാറ്. മാക്സിമം എറർ ഫ്രീ ആക്കാനാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഒരു റിജക്ഷൻ നമുക്ക് വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഞങ്ങൾ കണ്ടൊരു വീഡിയോ ആണ് ഇൻസ്റ്റാഗ്രാമിൽ, പോളണ്ടിലേക്ക് പോകരുത്, പോളണ്ടിൽ മുഴുവൻ റിജക്ഷനാണ്. ടു ബി ഹോണസ്റ്റ്, നമുക്കൊരു 80% സ്റ്റുഡൻസിന് വിസ കിട്ടിയിട്ടുണ്ട്. പിന്നെ റിഫ്യൂസ് ആയ സ്റ്റുഡൻസ്, അത് നമുക്ക് ഏകദേശം ആ സ്റ്റുഡൻസിനും അറിയാം അത് റിഫ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. കാരണം നമ്മൾക്ക് തന്നെ നമ്മൾ പോകുന്നതിന് മുമ്പ് നമുക്ക് തന്നെ ഒരു ഇവാലുവേഷൻ ഉണ്ട്, എത്ര പേർക്ക് വിസ കിട്ടും, എത്ര പേർക്ക് വിസ കിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഒരു 80 to 85% നമുക്ക് എല്ലാവർക്കും വിസ കിട്ടിയിട്ടുണ്ട് ഇതുവരെ. പിന്നെ ഈ പോയതിന് ശേഷം ഇപ്പോൾ ഇവർക്ക് പോസ്റ്റ് ലാൻഡിങ് സർവീസ് ആവശ്യമുണ്ട് എങ്കിൽ നമ്മൾ അതും ചെയ്തു കൊടുക്കും. അതുപോലെ അവിടെ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യണമെങ്കിൽ അതും ചെയ്തു കൊടുക്കും. പിന്നെ ചില സ്റ്റുഡൻസിന് അവർ പറയും അവർക്ക് ഓൺലൈൻ ക്ലാസ് നാട്ടിൽ നിന്ന് അറ്റൻഡ് ചെയ്യണം, അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള ഫെസിലിറ്റീസും അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. വൺസ് അവർ അവിടെ ചെന്നതിന് ശേഷം പിന്നെയും ചില സ്റ്റുഡൻസ് കോൺടാക്ട് ചെയ്യാറുണ്ട് എന്തെങ്കിലും ഒരു ആവശ്യങ്ങളൊക്കെ ആയിട്ട്, ചിലപ്പോൾ 3 months 6 months കഴിഞ്ഞിട്ടാണെങ്കിൽ അതും നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ഓരോ കൺട്രിക്കും ഓരോ രീതിയാണ്. പക്ഷേ നോർമലി ഇപ്പോൾ ഈ യൂറോപ്യൻ കൺട്രീസിൻ്റെ പ്രോസസ്സ് വളരെ ലെങ്തിയാണ്. അപ്പോൾ ത്രൂ ഔട്ട് ഒരു സ്റ്റുഡൻറ്റിന് ഒരു 5 to 6 months എടുക്കും ഒന്ന് പോകുന്ന ആ ഒരു ടൈം വരെ.
5 to 6 months. 5 to 6 months. അപ്പോൾ ഈ 5 to 6 months നമ്മൾ ഫുൾ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുൾ ടൈം നമ്മൾ അവർക്ക് എന്തൊക്കെ വേണ്ട കാര്യങ്ങൾ അതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് കൗൺസിലർ തന്നെയുണ്ട്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. നമ്മളൊരു ഒരു പാക്കേജോ ചാർജസോ അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു ടോട്ടൽ പാക്കേജാണ് നമ്മൾ അതിന് വേണ്ടി കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പാക്കേജ് ശരിക്കും പറഞ്ഞാൽ വിത്ത് GST ആയിട്ടാണ് അവർ പേ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു സർട്ടൻ എമൗണ്ട് നമ്മളത് റീഫണ്ടബിൾ ആണ്. ഓക്കെ. അപ്പം ഈ ഒരു ടൈം നമ്മൾ കോവിഡിന് മുൻപേ തുടങ്ങിയതാണ്. അപ്പോൾ കോവിഡ് കാലഘട്ടം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തതാണോ അല്ലേ? പക്ഷേ കോവിഡ് കാലഘട്ടത്തിൽ എനിക്കിപ്പോഴും പറയാൻ പറ്റുന്നത് വൈ എക്സ്പെറൻസ സ്റ്റാൻഡ്സ് ടോപ്പ് എന്ന് പറയാൻ പറ്റുന്നത്, ഞങ്ങളുടെ സ്റ്റാഫിനെ എല്ലാവരും കെയർ ചെയ്തു. ഒരാൾക്ക് പോലും നമ്മൾ സാലറി ഹോൾഡ് ചെയ്തിട്ടില്ല. എവരി വൺ ഗോട്ട് സാലറി. അത് ഞങ്ങൾക്ക് ഭയങ്കര പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം. കോവിഡിന് മുമ്പ് കോവിഡിന് ശേഷം എന്ന് പറഞ്ഞ മാതിരി ഞങ്ങൾക്ക് അങ്ങനെ ഒരു 2 ഫേസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഞങ്ങൾ നേരത്തെ അമർനാഥ് പറഞ്ഞല്ലോ, നമ്മൾ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ കോവിഡിന് ശേഷമാണ് ഞങ്ങളുടെ ഫസ്റ്റ് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ ബിസിനസ്സും ഡൗൺ ആയി. കട്ടപ്പന എല്ലാ ബിസിനസ്സിലും ഡൗൺ ആയപ്പോൾ ഞങ്ങൾ ആക്ച്വലി കോവിഡിന് ശേഷം ബൂം ആവുകയാണ് ചെയ്തത്. നമ്മുടെ സ്റ്റാഫ് നമ്മുടെ ടീം മെമ്പേഴ്സ് തന്നെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ആക്ച്വലി നമ്മളൊരു സ്റ്റുഡൻസിനെ നമ്മൾ അബ്രോഡൊക്കെ അയക്കാന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ടൈം നമുക്കത് ബാധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാ എയർപോർട്ടും ഒരു ആക്ടിവിറ്റീസും നടക്കുന്നുണ്ടായിരുന്നില്ല. ശരിക്കും ചാലഞ്ചിങ് ആയിരുന്നു. നമ്മൾ ഒരുപാട് എഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ പേയ്മെന്റ് ഒക്കെ റീഫണ്ട് ചെയ്യാന്നുള്ളതൊക്കെ ഭയങ്കര ഇഷ്യൂസ് ആയിരിക്കില്ലേ? കുറേ റീഫണ്ടിലേക്ക് വന്നു. പക്ഷേ മിക്ക സ്റ്റുഡൻസ് പോകണം എന്ന് ആഗ്രഹമുള്ളവരായതുകൊണ്ട് കുറേ പേര് സ്റ്റേ ചെയ്തു പ്രോസസ്സിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആ ഒരു സമയം ഞങ്ങൾക്കും ഒരുപാട് ചലഞ്ചിങ് ആയിരുന്നു. കുറേ യൂണിവേഴ്സിറ്റീസിൻ്റെ ഭാഗത്ത് നമുക്ക് കുറേ പ്രശ്നങ്ങൾ വന്നു. നമ്മൾ ശരിക്കും എന്താ പറയുക, ഒരു കമ്പനി ലിക്വിഡേറ്റ് ആയി പോകുമോ എന്ന് വരെ ഭയപ്പെട്ട ഒരു സ്റ്റേജ് ആയിരുന്നു അത്. ബട്ട് ദൈവാനുഗ്രഹം കൊണ്ടും പിന്നെ നമ്മുടെ ടീം മെമ്പേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം കർമ്മയുടെ ഒരു ഗുണം കൊണ്ടായിരിക്കാം അവിടെ നല്ലൊരു ബൗൺസ് ബാക്ക് ആണ് വന്നത്. ദെൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിലാണ് ഇപ്പോൾ ഗ്രോ ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് മുൻപ് ചോദിച്ചു നമ്മുടെ പാക്കേജിനെ പറ്റി ചോദിച്ചു. നമ്മൾ അതെങ്ങനെയാണ് പാക്കേജസ് എങ്ങനെയാണ് വരുന്നത്? അത് നമുക്ക് ആക്ച്വലി പാക്കേജസ് എന്ന് പറഞ്ഞാൽ എല്ലാ കൺട്രീസിനും ഇല്ല. നമുക്ക് സർവീസ് ചാർജ് ഉള്ള കൺട്രീസ് ഉണ്ട്, ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കൺട്രീസും ഉണ്ട്. നമ്മൾ കൂടുതലും സർവീസ് ചാർജ് ഉള്ള കൺട്രീസ് എന്ന് പറയുന്നത് യൂറോപ്യൻ കൺട്രീസ് ആണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോളണ്ട്, ലിത്വേനിയ, ലാത്വിയ അങ്ങനെയുള്ള കൺട്രീസ്. പക്ഷേ UK, കാനഡ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ ഈ കൺട്രീസിനൊന്നും നമുക്ക് ഒരു സർവീസ് ചാർജ് പോലും ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ സർവീസ് ചാർജ് ഉള്ള കൺട്രീസിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫുൾ സർവീസിനുള്ള ഒരു പാക്കേജ്. അത് നമ്മൾ വ്യക്തമായിട്ട് തന്നെ കുട്ടികൾക്ക് രജിസ്ട്രേഷന് മുമ്പ് തന്നെ അവർക്കൊരു ഫയലായിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചാർജസ് ഇതൊക്കെയാണ്. അത് ഡിപ്പെൻഡ്സ് ഓൺ മാറ്റം ഉണ്ടാകാം, കൺട്രി ടു കൺട്രി വാരി ചെയ്യാം. പിന്നെ അവരെടുക്കുന്ന സർവീസ്, ഇപ്പോൾ ചില കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ട് വരും, അവർക്ക് വിസ പ്രോസസ്സ് മാത്രം മതി എന്ന് പറയും. അപ്പോൾ അതനുസരിച്ചെല്ലാം നമ്മുടെ ചാർജ് നമ്മൾ മാറ്റി കൊടുക്കും. പക്ഷേ അവർക്ക് അതിന് മുമ്പ് തന്നെ വ്യക്തമായി വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മളത് സെൻഡ് ചെയ്ത് കൊടുക്കും. അവർ വായിച്ച് അവർക്ക് കൺവിൻസ്ഡ് ആയി എല്ലാ ഡൗട്ടും ക്ലാരിഫൈ ചെയ്തതിന് ശേഷം മാത്രം അവർ സ്റ്റാർട്ട് ചെയ്താൽ മതി പ്രോസസ്സ്. അപ്പോൾ അങ്ങനെ ആ പാക്കേജിൽ നമ്മൾ എല്ലാ ഇൻഫർമേഷൻസും കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ചാർജസ് ഇപ്പം നമ്മുടെ സർവീസിൽ ഇൻക്ലൂഡ് ചെയ്യാതെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ഇത്രയും പേയ്മെൻറ്റ് വന്നേക്കാം, അതും നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ എംബസി ഫീസ്, ഇവർ പോകുമ്പോൾ വിസ ഫീസ്, ഇതൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അവർ ഡയറക്റ്റ്ലി അവിടെ പോയി കൊടുക്കണം. അപ്പോൾ അതെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ അവരുടെ അടുത്ത് ഇൻഫോം ചെയ്യും. അപ്പോൾ ഈ കൗൺസിലിംഗ് സെഷൻസ് തന്നെ നമ്മൾ എൻലെസ് ആണ്. എത്രയോ കൗൺസിലിംഗ് സെഷൻ കഴിഞ്ഞിട്ടായിരിക്കും കുട്ടികൾ രജിസ്റ്റർ ചെയ്യുന്നത്. അതെല്ലാം ഫ്രീ ആണ്. രജിസ്ട്രേഷന് മുമ്പ് അവരൊരു പേയ്മെൻറ്റ് പോലും നമുക്ക് തരുന്നില്ല. ചിലപ്പം കുറേ പ്രാവശ്യം വിളിച്ച് കുറേ ഡീറ്റെയിൽസ് അയച്ചിട്ടൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത്. അതിനൊന്നും നമ്മളൊരു ലിമിറ്റ് വെച്ചിട്ടില്ല. ആക്ച്വലി ഞങ്ങളുടെ സർവീസ് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത്ര പ്രാവശ്യം നിങ്ങൾക്ക് കൗൺസിലിംഗ് തരുള്ളൂ, അങ്ങനെയൊന്നും നമ്മളൊരു ഇതും വെച്ചിട്ടില്ല. അവർക്കെല്ലാം ക്ലാരിഫൈ ചെയ്തിട്ട് ചെയ്താൽ മതി. എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യാൻ തന്നെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. അത് വേറൊരു കാര്യം കൂടി ഉള്ളത്, ഇവിടുന്ന് പോകുന്ന ഔട്ട് ബൗണ്ട് കോൾസ് ആയാലും ഇൻബൗണ്ട് കോൾസ് ആയാലും റെക്കോർഡഡ് ആണ്. അത് മോണിറ്റർ ചെയ്യുന്നതിന് ഒരു QC ടീമുണ്ട്. അപ്പോൾ അത് എന്തിനാന്ന് വെച്ചാൽ ഒരു തെറ്റായ ഇൻഫർമേഷൻ പോകുന്നുണ്ടോ എന്ന് നമ്മുടെ സ്റ്റാഫിന്റെ ഭാഗത്തുനിന്നായ പോലും പോകുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കൺഫർമേഷൻ കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ഇല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ട് പ്രോസസ്സ് ചെയ്യിപ്പിക്കാൻ നോക്കുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ അത് നമ്മൾ അപ്പോഴേ ഡിസ്കറേജ് ചെയ്ത് വിടും.
സപ്പോസ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തു, എനിക്ക് എന്നും ഒരു നല്ല സർവീസിങ് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നെക്സ്റ്റ് എനിക്കൊരു കാര്യം ഒരു ഓപ്ഷൻ വരുമ്പം എനിക്കൊരു സജഷൻ എന്ന രീതിയിൽ എനിക്ക് വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ അതിനൊരു അഡ്വൈസ് എനിക്ക് കിട്ടുവാണെങ്കിൽ 100% ഞാൻ ഹാപ്പിയാണ്. തീർച്ചയായിട്ടും എൻ്റെ ഒരു കോൺഫിഡൻ്റ് ആണ് ഞാൻ അവിടെ ചെന്നാൽ എനിക്ക് മറ്റു അബദ്ധങ്ങളൊന്നും വരാനില്ല, അല്ലെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും റൈറ്റ് വേ തന്നെ പോകുന്നുള്ളത്. അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ട്രസ്റ്റബിൾ ആണല്ലോ അത്. ഇപ്പം നമ്മൾ ഒരിക്കലും പറയുന്നില്ല ഞങ്ങൾക്ക് റിജക്ഷനേ ഇല്ലെന്ന്. റിജക്ഷൻ എന്ന് പറയുന്നത് വിസ അൾട്ടിമേറ്റ്ലി ഡിസൈഡ് ചെയ്യുന്നത് അതായത് എംബസീസും കൗൺസിലേറ്റ്സും ആണ്. അപ്പോൾ അതിൽ കുറേ പ്രോസസ്സ് വരും. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പറായി ഒരു എററും ഇല്ലാതെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പോളണ്ടിന് ഏറ്റവും കൂടുതൽ റിജക്ഷൻ വരുന്നത് ഇൻ്റർവ്യൂവിലാണ്. ഞാൻ പറഞ്ഞവർക്ക് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അതിൽ കുട്ടികളെ നമ്മൾ ഇവിടുന്ന് പ്രിപ്പയർ ആക്കി എല്ലാം വിട്ടാലും അവിടെ ചെന്നിരിക്കേണ്ടത് സ്റ്റുഡൻ്റാണ്. ആ ഒരു കൗൺസിലറെ ഫേസ് ചെയ്ത് സംസാരിക്കേണ്ടത് സ്റ്റുഡൻ്റാണ്. ആ സമയത്ത് അവർ നെർവസ് ആകാം, അവർക്ക് വേണ്ട രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റാതെ വരാം. ഇതിലാണ് റിജക്ഷൻസ് വരുന്നത്. അപ്പോൾ ചിലവരത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും, എൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് എന്ന് അഗ്രി ചെയ്യും. പക്ഷേ ചിലവർ മനസ്സിലാക്കില്ല. ഈ പറഞ്ഞ പോലെ നമ്മളെയും ബ്ലെയിം ചെയ്യുന്നവരുണ്ടാകാം. പക്ഷേ നമുക്ക് മോസ്റ്റ്ലിയും അത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ കൂടെ നിന്ന സ്റ്റുഡൻസ് തന്നെയാണ് ഉള്ളത്. അവരുടെ ഇൻ്റർവ്യൂവിലാണ് പോയത് എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവാറുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും ഞങ്ങൾക്ക് 100% വിസയാണെന്ന് ഒരിക്കലും അങ്ങനെ ചില കൺട്രീസ് ഉണ്ട്. ഇപ്പം 100% വിസയിൽ നിൽക്കുന്ന കൺട്രീസ് ഉണ്ട് നമുക്ക്. പക്ഷേ സെർട്ടൈൻ കൺട്രീസ് ഇതുമാതിരി വിസ ഇൻ്റർവ്യൂസ് സ്ട്രിക്റ്റ് ആയിട്ട് നടത്തുന്ന കൺട്രീസിൽ ഉറപ്പായിട്ടും റിജക്ഷൻസ് വരും. നമുക്ക് എല്ലാം പ്രിപ്പയർ ചെയ്ത് അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അല്ല, നമ്മൾ ചെയ്തു കൊടുക്കുന്നത് നമുക്കൊരു 95% ബാക്കി 5% ഈ പോകുന്ന കുട്ടിയുടെ കയ്യിലാണ്. കാരണം അവരെങ്ങനെ ഒരു ഇന്റർവ്യൂ ഫേസ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലേക്ക് ഇരിക്കുമല്ലോ. അത് തീർച്ചയായിട്ടും അവരുടെ കയ്യിലാണ്. അതൊരിക്കലും നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ചിലർ ഫസ്റ്റ് എൻക്വയറി ചെയ്യുമ്പോൾ ചോദിക്കും നിങ്ങൾ 100% വിസ ഗ്യാരണ്ടി തരുമെന്ന്. അപ്പോൾ നമ്മൾ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവമില്ല. നമുക്ക് അങ്ങനെ ഒരു 100% വിസ ഗ്യാരണ്ടി ഇല്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങളുണ്ട്, അത് വളരെ നന്നായിട്ട് ചെയ്താൽ വിസ കിട്ടും. പക്ഷെ നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു സംഭവം, അപ്പൊ അതിന്റെ പേരിൽ ചെയ്യാതെ പോകുന്നവരുണ്ട്. അതായത് ഇപ്പൊ അമർനാഥ് നേരത്തെ പറഞ്ഞ മാതിരി അവർക്ക് ഇഷ്ടമുള്ള ഉത്തരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ ചില വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ അവർ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിസയാണ് എന്ന് പറയുമ്പോൾ അവിടെ പോയി ചെയ്യും. അത് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് തന്നെ വരും എന്തെങ്കിലും അവിടെ സംഭവിച്ചു കഴിയുമ്പോൾ. അല്ല, തീർച്ചയായിട്ടും അവർ ചിന്തിക്കുന്നത് ഞാൻ ഇങ്ങനെ ഇത്ര എമൗണ്ട് തരുന്നുണ്ട്, എന്നിട്ട് എനിക്ക് 100% കിട്ടുന്നില്ല, ഞാൻ ഇവിടെ ചൂസ് ചെയ്യണം. അതായിരിക്കും കറക്റ്റ്. അതായത് അവരുടെ ഒരു ധാരണയുണ്ട്, ഞാനൊരു പൈസ തന്നു പിന്നെ ഇനി ഏജൻസിയാണ് എല്ലാം ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെയല്ല. കുട്ടികൾ അവരുടെ ഭാഗത്തുനിന്നും കൂടിയും ഒരു എഫേർട്ട് ഇടാതെ ഒരിക്കലും നമുക്കിത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. കുട്ടികളുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് ഇടേണ്ട കാര്യങ്ങളുണ്ട്, അതവർ ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ കുറച്ച് മുൻപ് നമ്മൾ സംസാരിച്ചു നമ്മുടെ സ്റ്റുഡൻസ് ഇവിടുന്ന് മീൻസ് അബ്രോഡ് അല്ലെങ്കിൽ മറ്റ് കൺട്രീസിൽ പോകുന്നതിനെ പറ്റി. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പുറത്തു പോയിരിക്കുന്ന നഴ്സിംഗ് അല്ലെങ്കിൽ നഴ്സിംഗ് കോഴ്സിന് വേണ്ടി അല്ലെങ്കിൽ നഴ്സ് ആയിട്ട് പോയ ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ആ ഒരു നഴ്സസിൻ്റെ ഒരു ഇതെങ്ങനെയാണ് നമ്മൾ പുറത്തേക്ക് അവരെ അയക്കുന്നത്, ഏത് രീതിയിലാണ്? ആക്ച്വലി നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് നേഴ്സിംഗ് പ്രോഗ്രാം പുറത്ത് തന്നെ ചെയ്യാനാണ്. കാരണം ഇവിടെ പഠിക്കുന്ന ഫീസിൽ തന്നെ നേഴ്സിംഗ് പ്രോഗ്രാം ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ ചെയ്യാം. ആ ഒരു ഫീസ് തന്നെ വരുന്നുള്ളൂ. പക്ഷേ അതുപോലെ തന്നെ വേറെ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇപ്പോൾ നേഴ്സസിന് വർക്കിന് വേണ്ടിയിട്ട് എബ്രോഡ് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എസ്പെഷ്യലി UK പോലുള്ള കൺട്രീസിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് നേഴ്സസ് പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു റീസെൻറ്റ് റൂൾ പ്രകാരം ഇനി അങ്ങനെ ഡയറക്റ്റ് പോകൽ ബുദ്ധിമുട്ടെന്നല്ല, ഇനി പറ്റില്ല. അത് അങ്ങനെ ഒരു വിസ കാറ്റഗറി തന്നെ അവർ റിമൂവ് ചെയ്തു. അപ്പോൾ ഇനി നേഴ്സസിന് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം എടുത്ത് അവിടെ പോയതിന് ശേഷം OSCE എക്സാം എഴുതി അതിനുശേഷം ഒരു രജിസ്റ്റേർഡ് നേഴ്സായി മാറുക എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അതിനുള്ളൊരു പ്രോഗ്രാം ഉണ്ട്. ഇപ്പോൾ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നാട്ടിലിവിടെ വർക്ക് ചെയ്യുന്ന രജിസ്റ്റേർഡ് നേഴ്സാണ്, അവരൊരു ആഗ്രഹം UK പോയി ഒരു RN എടുക്കുക എന്നുള്ളതാണെങ്കിൽ അവർ ജസ്റ്റ് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാ ഇൻഫർമേഷനും നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. ഈസിയാണ് കാര്യങ്ങളെല്ലാം. നമ്മൾ അതും 100% പ്ലേസ്മെൻ്റ് ആണ് കേട്ടോ. 100% നമ്മൾ അതിന് പ്ലേസ്മെൻറ്റും കൊടുക്കണ്ടേ. നമ്മളിപ്പോൾ അത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ആക്ച്വലി ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്. നമ്മൾക്ക് പ്രോപ്പർലി ഒരു കരിയർ ഗൈഡൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കരിയർ അവിടെ പോകും. ഇപ്പോൾ ഈ നേഴ്സസ് അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് ഇവിടെ നിന്ന് ഇപ്പോൾ MSc ഹെൽത്ത് എടുത്ത് പോയി ഇതുകൊണ്ട് മാത്രം അവർക്ക് കാര്യമില്ല. ആ ഒരു കാറ്റഗറിയിൽ അവർക്ക് ജോലി കിട്ടുകയും വേണം. ഇപ്പോൾ ഫാർമസിസ്റ്റിനെ സംബന്ധിച്ച് ഫാർമസിസ്റ്റിന് ഡയറക്റ്റായിട്ട് OSPAP എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം എഴുതിപ്പോൾ OSPAP അത് തന്നെ നമുക്ക് അഡ്മിഷൻ ചെയ്ത് പോകാം. 5 യൂണിവേഴ്സിറ്റീസാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് UK. പക്ഷേ ഇപ്പോൾ 2026 വരെ അഡ്മിഷൻ ഓൾമോസ്റ്റ് ക്ലോസ്ഡ് ആണ്. പക്ഷേ ഇനിയിപ്പോൾ ചില സീറ്റ് ക്യാൻസൽ ആവുന്നതനുസരിച്ചാണ് അത് ഓപ്പണായി വരുന്നത്. അതിന് ഡയറക്റ്റ് പോവുകയാണെങ്കിൽ ഇവർക്ക് ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യാം. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോൾസ് വരുന്നത് UK നിന്ന് തന്നെയാണ്.
UK വേറെ പ്രോഗ്രാമിന്, ഈ ഫാർമസി കഴിഞ്ഞ് വേറെ പ്രോഗ്രാമിന് പോയിരിക്കുന്ന സ്റ്റുഡൻസാണ് ഞങ്ങളെ കൂടുതലായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി, അല്ലെങ്കിൽ അവർക്ക് രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ എന്ത് ഇപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച് അങ്ങനെയുള്ളവർ നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ. അപ്പോൾ അവർ പിന്നെ ഇപ്പോൾ ഓൾറെഡി 10-20 ലക്ഷം രൂപ മുടക്കിയിട്ടായിരിക്കും അവരൊരു കോഴ്സിന് പോയിരിക്കുന്നത്. പക്ഷേ അവരിത് ആദ്യമേ ഈ ഒസ്പാപ്പിൽ പോയിരുന്നെങ്കിൽ ഇപ്പോൾ അവർക്ക് ഓൾറെഡി ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യാം. ഇപ്പം നമുക്കിവിടെ സ്റ്റുഡൻസ് ഒത്തിരി നമുക്ക് എൻക്വയറി വരുന്നുണ്ട്. അപ്പോൾ ഈ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാകും. എല്ലാവർക്കും റെഡി പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും തീർച്ചയായിട്ടും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു കേസ് നമുക്കിവിടെ വന്ന് എൻക്വയറി നടത്തിയാൽ നമ്മൾ ഏതൊക്കെ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവരെ? ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസും ഡിപ്പെൻഡ് ചെയ്യുന്നത് ബാങ്കിനെ തന്നെയാണ്. പണ്ടൊക്കെ ആയിരുന്നു നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒട്ടുമിക്ക ബാങ്കുകളും വളരെ ലിബറലാണ് എഡ്യൂക്കേഷൻ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിൽ. ഇപ്പോൾ നമ്മുടെ തന്നെ സപ്പോർട്ടീവായിട്ടുള്ള ഒന്നാണ് ഇപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക്, അതുപോലെ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇവരൊക്കെ നമ്മളിവിടെ വന്ന് അപ്രോച്ച് ചെയ്യാറുണ്ട്. ഇവരാണെങ്കിൽ പോലും പറയുന്നത് സ്റ്റുഡൻസ് അവരൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ, മിനിമം ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ റെഡിയാണ് ബാങ്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കൊണ്ട് നമ്മൾ മാനേജറെ കണ്ട് സംസാരിച്ചതേ ഉള്ളൂ. മാനേജർ പോലും നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് അങ്ങോട്ടാണ് ചോദിക്കുന്നത്, അവർ വിളിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും ഓപ്ഷൻസ് ഉണ്ട് സ്റ്റുഡൻസിന്. പിന്നെ ലോൺ കിട്ടാത്തതെന്ന് പറയുന്നത് അത്രയും ഫിനാൻഷ്യലി മാത്രമല്ല, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അതിന് കുറേ ക്രൈറ്റീരിയാസ് ഉണ്ടല്ലോ, സിബിൾ, അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടല്ലോ. അപ്പോൾ അതിലും പുറകിലേക്ക് നിൽക്കുന്നവർക്കായിരിക്കാം പിന്നെയും ലോൺ കിട്ടാത്തതായിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് ആയി പോലും ബാങ്ക്സിന് പ്രൊമോട്ട് ചെയ്യുന്നത് മാക്സിമം സ്റ്റുഡൻസിന് ലോൺ കൊടുക്കൂ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ലോൺസ് അല്ലെങ്കിൽ ഒരു ഫിനാൻസ് കണ്ടെത്തുക എന്ന് പറയുന്നത് സ്റ്റുഡൻസ് സംബന്ധിച്ച് അത്ര ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമല്ല. ഓക്കെ, തീർച്ചയായിട്ടും എക്സ്പെൻസിൽ വരുമ്പോൾ നമ്മൾ ആ ഒരു സൈഡും കൂടി നമ്മൾ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് തന്നെ സജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ബാങ്കിലേക്ക് ചെല്ലാം. തീർച്ചയായിട്ടും. ഓക്കെ, നമുക്കിവിടെ ഒരുപാട് കുട്ടികൾ നമുക്ക് പുറത്ത് പോകുന്നുണ്ട്. അപ്പം നമുക്ക് അവർക്കൊരു ഹെൽപ്പ് അല്ലെങ്കിൽ നമ്മളിവിടുന്ന് കൊടുക്കുന്ന ഒരു കസ്റ്റമർ കെയർ സർവീസിങ് അതെങ്ങനെയാണ്? കസ്റ്റമർ കെയർ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓഫീസ് അവേഴ്സ് 9:30 to 5:30. ആ ഒരു സമയത്ത് എപ്പോഴും ആര് വിളിച്ചാലും നമ്മൾ അവൈലബിൾ ആണ്. പിന്നെ പെർട്ടിക്കുലർലി ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഔട്ട് ഓഫ് ഓഫീസ് അവേഴ്സും നമ്മൾ സർവീസ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി അവർക്കൊരു വിസ അപ്പോയിൻമെൻറ്റ് റിസീവ് ചെയ്ത് നിൽക്കുകയാണ്, അവർക്ക് നിയറസ്റ്റ് ഡേറ്റിൽ അപ്പോയിൻമെൻറ്റ് വരികയാണ്, അങ്ങനെയുള്ള സമയത്ത് അവരുടെ ഡെഡിക്കേറ്റഡ് ആയ കോർഡിനേറ്റേഴ്സ് എപ്പോഴും ഫോൺ കയ്യിലുണ്ടാകും. നൈറ്റൊക്കെ അവരെന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ച് വിളിച്ചാലും അല്ല വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താലും അവരതിന് ആൻസേഴ്സ് കൊടുക്കും. ഇപ്പോൾ മോർണിംഗ് അവരവിടെ പോയി നിൽക്കുമ്പോൾ എംബസിയിലോ VFSലോ സബ്മിഷന് വേണ്ടി പോയി നിൽക്കുമ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അവർ വിളിക്കും. ചിലപ്പോൾ 8 മണിക്ക് 9 മണിക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ആ സമയത്താണെങ്കിലും ഇവരത് മേക്ക് ഷുവർ ചെയ്യും ആ സമയത്ത് ഇവരുടെ കയ്യിൽ ഫോൺ ഉണ്ട് എന്നുള്ളത്. ഇവർക്കറിയാം ഈ സമയത്ത് കുട്ടികൾക്ക് സബ്മിഷൻ ഉണ്ട്. പിന്നെ ഇൻ്റർവ്യൂ, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ വിസ ഇൻ്റർവ്യൂ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കെന്ന്. അപ്പോൾ അതിന് നമ്മൾ അങ്ങനെ ഒരു ടൈം എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരിക്കാം, അവർക്ക് ഈ ഒരു സമയത്ത് ഈ ട്രെയിനിങ്ങോ മോക്ക് സെഷൻസോ ഒന്നും പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ നൈറ്റിൽ അവരുടെ വർക്ക് കഴിഞ്ഞിട്ട് നൈറ്റ് ടൈമിൽ നമ്മുടെ ട്യൂട്ടേഴ്സ് വീട്ടിൽ നിന്ന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ആ സമയത്തിരുന്ന്. പിന്നെ പ്രത്യേകിച്ച് അവരുടെ വിസ ഇൻ്റർവ്യൂ വരുവാണെങ്കിൽ അതിൻ്റെ തലേ ദിവസം നൈറ്റ് അവർക്ക് വീണ്ടും ഒരു ബ്രഷപ്പ് സെഷൻ അവരിരുന്ന് കൊടുക്കും നൈറ്റിൽ. അപ്പോൾ അതിന് അങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് സർവീസ് നമ്മൾ കൊടുക്കാറുണ്ട് സിറ്റുവേഷനിൽ. അപ്പോൾ ആ ഒരു കസ്റ്റമർ കെയർ സർവീസ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ആയിട്ടല്ല, സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഔട്ട് ഓഫ് ഓഫീസ് അവേഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നമുക്കൊരുപാട് അവാർഡ്സ് അല്ലെങ്കിൽ ഒരുപാട് അംഗീകാരങ്ങൾ, അതിൻ്റെ വിശേഷങ്ങളാവട്ടെ. ആയിക്കോട്ടെ. നമുക്ക് ഏറ്റവും വലിയൊരു അംഗീകാരം കിട്ടിയെന്ന് പറയുന്നത് 2018 കനേഡിയൻ ഹൈ കമ്മീഷനിൽ ഞങ്ങൾക്കൊരു ഇൻവിറ്റേഷൻ കിട്ടി. ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്ന ടൈമായിരുന്നു. അപ്പോൾ ആളായിട്ട് നേരിട്ട് സംസാരിക്കാനും ആളുടെ ഒപ്പം ഒരു ഡിന്നറിനും നമുക്കൊരു ഇൻവിറ്റേഷൻ കിട്ടി 2018. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും കിട്ടിയ പ്രൗഡ് മൊമെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ 2019 നമുക്കൊരു ബെസ്റ്റ് യങ് ഓൺട്രപ്രണർ അവാർഡ് കേരള ഗവർണറുടെ അടുത്ത് നിന്ന് കിട്ടി. അതും നമുക്ക് വലിയൊരു പ്രൗഡ് മൊമെൻ്റ് ആണ്. നമുക്കിവിടെ നമുക്ക് സ്റ്റാഫിൻ്റെ ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ, അതുപോലെ തന്നെ അവർ നമുക്ക് തരുന്ന ഒരു സപ്പോർട്ട്, അത് ഒരു എത്രത്തോളം നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ നിന്ന്? ആക്ച്വലി ഞങ്ങൾ ഏറ്റവും ബ്ലെസ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ടീം മെമ്പേഴ്സ് തന്നെയാണ്. നമുക്ക് റൈറ്റ് ടീം മെമ്പേഴ്സിനെയാണ് നമുക്ക് എപ്പോഴും കിട്ടാറുള്ളത്. ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ കട്ടപ്പനയിൽ നമ്മളൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തത് ശരിക്കും ഒരു ടീം മെമ്പറിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു. ആ കുട്ടി ഇന്നിപ്പോൾ നമ്മുടെ ഡയറക്ടർ ബോർഡിൽ വരെയുണ്ട്. അത്രയും, അതായത് ഒരു ടെലികോളറായിട്ട് വന്ന് ഒരു ഡയറക്ടർ ബോർഡിലേക്ക് വരെ എത്താൻ പാകത്തിന് ഗ്രോ ആയ ഒരു കുട്ടിയാണ് അയാൾ. അപ്പോൾ ആ കുട്ടി നമ്മളൊപ്പം നിൽക്കുക എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ 9 വർഷമായിട്ട് നിൽക്കുക എന്നുള്ളത് നമ്മുടെ കമ്പനിയിലുള്ള ഒരു വിശ്വാസം തന്നെയാണ്.
ഈ എക്സ്പെറൻസിയുടെ സകല ഗ്രോത്തിൻ്റെയും കാരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 40+ സ്റ്റാഫാണ് ഈ 5 ബ്രാഞ്ചിലും ഇൻക്ലൂഡിങ് ഹെഡ് ഓഫീസ് കൂടി ചേർത്ത് നമുക്കുള്ളത്. ഇതുകൂടാതെ നമുക്ക് ലേണിംഗ് അക്കാഡമി എന്ന് പറഞ്ഞ സെപ്പറേറ്റ് എക്സ്പെറൻസ് ലേണിംഗ് അക്കാഡമി എന്ന് പറഞ്ഞ് ആദ്യം പറഞ്ഞ പോലെ ഒരു എന്താ പറയുക IELTS ട്രെയിനിങ് സെൻറ്റർ കൂടിയുണ്ട്. IELTS മാത്രമല്ല, IELTS ഉണ്ട്, OET ഉണ്ട്, ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്. അവിടെ നമുക്ക് 2+ സ്റ്റാഫാണ് നമുക്ക് അവിടെ ഉള്ളത്. എക്സ്പെറൻസിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ, അതായത് എക്സ്പെറൻസ് എന്ന സ്ഥാപനത്തിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ നമ്മളിന്ന് കേട്ടു. സ്മൃതി മാമിൻ്റെയും അമർനാഥ് സാറിൻ്റെ വിശേഷങ്ങൾ ഒരുപോലെ നമ്മൾ ഷെയർ ചെയ്തു എന്ന്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേരള വിഷൻ്റെ സക്സസ് പാത്ത് എന്ന പ്രോഗ്രാമിലേക്ക് വന്നത്. അതായത് സക്സസ് പാത്ത് എന്നൊരു പേര് തന്നെ നമ്മൾ വന്ന വഴികളാണ്. നമുക്ക് ഒരുപാട് ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ടാവും, സക്സസ് ഉണ്ടാവും. കഴിഞ്ഞ വഴികളിലൂടെയൊക്കെ വന്ന് നമ്മൾ സക്സസ്സിൽ നിൽക്കുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു. നന്ദി. കേരള വിഷൻ സക്സസ് പാത്തിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.